മോളെ മോളെ സ്നേഹ, എന്താ എന്താ അമ്മേ? അമ്മയ്ക്ക് തീരെ വയ്യ മോളെ. അയ്യോ, എന്തു പറ്റി അമ്മേ? അറിയില്ല, ഇന്നെനിക്ക് ജോലിക്കൊന്നും പോവാൻ പറ്റില്ല. മോളെ, മോളിന്ന് പോകുമോ പുത്തൻ പാലസിൽ? എനിക്കിന്ന് പോവാനൊന്നും പറ്റില്ല. അയ്യോ അമ്മേ, എനിക്കിന്ന് കോളേജ് തുറക്കുന്നതല്ലേ അമ്മേ, ഞാൻ എങ്ങനെയാ? മോളെ, മോക്ക് 10 മണിയാകുമ്പോഴത്തേക്കല്ലേ പോണ്ടു, അപ്പോഴത്തേക്ക് തീരില്ലേ? അയ്യോ അമ്മേ. അല്ലെങ്കിൽ മോള് പോണ്ട, ഞാൻ തന്നെ പോയിക്കോളാം. വേണ്ട അമ്മേ, ഞാൻ പോയിക്കോളാം. അമ്മേ അമ്മേ, എനിക്ക് ഈ മുഷിഞ്ഞ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അമ്മേ കോളേജിൽ, എനിക്കൊരു ഡ്രസ്സ് മേടിച്ചതാ അമ്മേ. എന്റെ ദൈവമേ, എന്റെ മകൾക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. ഞാൻ വെറുതെ പറഞ്ഞതാ അമ്മേ, എനിക്ക് ഈ ഡ്രസ്സ് തന്നെ മതി. എന്നാ ശരി അമ്മേ, ഞാൻ പോവാം പുത്തൻ പാലസിൽ, എന്നിട്ട് കോളേജിൽ പോകും കേട്ടോ. അതുവരെ അമ്മ ഇവിടെ വിശ്രമിക്കും. ശരി. എന്റെ മോൾക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായല്ലേ? ഇല്ലമ്മേ, അതൊന്നും സാരമില്ല, പെട്ടെന്ന് കഴിയുന്ന ജോലിയല്ലേ ഉള്ളൂ. പാവം എന്റെ കുട്ടി, മനസ്സിൽ എത്ര വിഷമമുണ്ടാവും. ഒരു നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ ദൈവമേ. എന്ത് വലിയ കൊട്ടാരം! ഈ വീട്ടിലുള്ളവരുടെയൊക്കെ ഒരു ഭാഗ്യം. ഞാനും പഠിച്ചു വലിയ ആളായിട്ട് ഇതുപോലത്തെ കൊട്ടാരം ഞാനും ഉണ്ടാക്കും. എന്നിട്ട് ഞാനും എൻ്റെ അമ്മയും സുഖമായി ജീവിക്കും. ദൈവമേ, പെട്ടെന്ന് കഴിഞ്ഞാ മതിയായിരുന്നു ജോലിയൊക്കെ. എടാ കിഷോർ, എഴുന്നേൽക്കടാ, ഇന്ന് കോളേജ് ഉള്ളതല്ലേ. ഇതെന്ത് ഉറക്കാ ഇത്? കിഷോർ, എടാ. ആ അമ്മേ, എഴുന്നേറ്റോളാം. എഴുന്നേറ്റോളാം എഴുന്നേറ്റോളാം എന്ന് പറയാന്നല്ലാതെ നീ എഴുന്നേൽക്കില്ല. നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞത്. ഈ അമ്മയുടെ ഒരു കാര്യം. പെട്ടെന്ന് എഴുന്നേറ്റ് റെഡിയായിട്ട് താഴേക്ക് വാ കേട്ടോ. കുറച്ചൊന്ന് ഉറങ്ങാൻ കൂടി സമ്മതിക്കുന്നില്ല. കിഷോർ, എഴുന്നേറ്റിനാ? ആ, ഞാൻ എഴുന്നേറ്റിന്. കിഷോർ, നീ എഴുന്നേറ്റിനാ? മേഡം. സ്നേഹയോ, നീ എന്താ ഇവിടെ? അത് മേഡം, അമ്മയ്ക്ക് തീരെ സുഖമില്ല, അതുകൊണ്ടാ ഞാൻ വന്നതിന്ന്. അയ്യോ, അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മയ്ക്ക് ചുമയും പനിയുമാ. അപ്പൊ നിനക്കിന്ന് കോളേജില്ലേ? ഉണ്ട് മേഡം, ഇവിടുത്തെ ജോലി കഴിഞ്ഞ് ഞാൻ പോയിക്കോളാം കോളേജിലേക്ക്. നീ ഇവിടെ നിൽക്കൂ, നിനക്ക് ഞാനൊരു സാധനം മേടിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് സാധനമായിരിക്കും മേഡം തരുന്നത്? നിനക്ക് പണം കൊടുക്കാതെ കോളേജിൽ സീറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ മേടിച്ചു വെച്ചതാ ഇത്. ഇതുവരെ കിട്ടിയതുപോലെ ഇനിയും അങ്ങോട്ട് പഠിക്കണം കേട്ടോ. എന്നാ. ആ മേഡം, ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ പഠിക്കും. ഇവിടുത്തെ മക്കൾക്കും അവിടെയാണ് സീറ്റ് കിട്ടിയത്. ആണോ? നല്ല കാര്യമല്ലേ. നീ ഈ ഡ്രസ്സ് ഒന്ന് ഇട്ടിട്ട് വാ, ഞാനൊന്ന് കാണട്ടെ നിന്നെ. ശരി. പാവം കുട്ടി. മേഡം, എങ്ങനെയുണ്ട്? വാവ്, ഇതാരാ? സ്വർഗത്തിൽ നിന്ന് മാലാഖ ഇറങ്ങി വന്നതോ? അല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂതം ഇറങ്ങി വന്നത്. ഏട്ടത്തി, ജോലിക്കാർക്ക് അവരവരുടെ സ്ഥാനം കൊടുക്കണം. ഏട്ടത്തിയാണ് ഇവളെയും ഇവളുടെ അമ്മയെയും ഇങ്ങനെ വഷളാക്കുന്നത്. അയ്യോ മേഡം, ഞാൻ പ്രഭാവതി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞതാണോ കുറ്റം? ഇവളെ പോലുള്ളതിനൊക്കെ വീട്ടിൽ കയറ്റി നിൽക്കുന്നതും പോരാ, ഞാൻ പറഞ്ഞതാണ് കുറ്റമല്ലേ? ഞാൻ എന്തിനാ ഇവൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തതെന്ന് നിനക്കറിയാമോ? എനിക്കൊന്നും കേൾക്കണ്ട. ഇവൾക്ക് ഉയർന്ന മാർക്കുള്ളത് കൊണ്ട് നമ്മുടെ മക്കൾ പഠിക്കുന്നിടത്തിൽ ഇവൾക്കും സീറ്റ് കിട്ടി. ഇനി നമ്മുടെ മക്കൾ പഠിക്കുന്ന കോളേജിൽ ഇവളും ഉണ്ടാവും പഠിക്കാൻ. എന്ത്? എന്താ പറഞ്ഞത്? ഇത്രയും ദാരിദ്ര്യം പിടിച്ചവൾക്കൊക്കെ അത്രയും വലിയ കോളേജിൽ സീറ്റ് കിട്ടിയെന്നോ? നമ്മുടെ മക്കൾ ക്യാഷ് കൊടുത്താണ് പഠിക്കുന്നത്. ഇവൾ അങ്ങനെയല്ല, ഇവൾ പഠിച്ചിട്ടാണ് നേടിയത്. നീ അത് മറക്കരുത്. ദക്ഷണം കെട്ട സാധനം. അങ്ങനെയൊന്നും പറയരുത് പ്രഭാവതി. ഇവരെ കൊണ്ട് ഞാൻ പറയും, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ പറയും. മോളെ സ്നേഹ, നീ ഇതൊന്നും കാര്യമാക്കേണ്ട. നീ നന്നായി പഠിക്കണം കേട്ടോ. സാരമില്ല മേഡം, എനിക്ക് സങ്കടമൊന്നുമില്ല. പ്രഭാവതി, നീ ഇവിടുന്ന് വാചകം അടിക്കാതെ പോയിട്ട് മായയെയും കിഷോറിനോടും ഒരുങ്ങാൻ പറ. നിങ്ങൾ എന്തെങ്കിലും മാക്ക്. ഞാൻ കാരണം മേഡവും വഴക്കു കേട്ടു അല്ലേ? ഏയ്, അതൊന്നും സാരമില്ല. അല്ല, മേഡത്തിന്റെ മകനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവനെ എവിടുന്ന് കാണാനാ? അവനും മായ ഇന്നലെ രാത്രി എത്തിയതല്ലേ ഉള്ളൂ. എനിക്ക് കോളേജിൽ നിന്നും കാണാമായിരിക്കുമല്ലേ? ആ, എന്നാൽ ഞാൻ പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കട്ടെ മേഡം. കോളേജ് ഉള്ളതാണ്, ആവുന്നത് മാത്രം തീർത്താൽ മതി, ബാക്കി പിന്നെ തീർക്കാം. ചെല്ലി. ശരി മേഡം. ഇവൾ എഴുന്നേറ്റില്ലാന്ന് തോന്നുന്നു. ഇവൾക്കെല്ലാം ഇങ്ങനെ കിടന്നുറങ്ങിയാൽ മതിയല്ലോ, ഇവിടെ നടക്കുന്ന സംഭവമൊന്നും അറിയണ്ടല്ലോ. അയ്യോ, എന്ത് പാവം, ഉറങ്ങുന്ന കണ്ടാൽ വിചാരിക്കും. വെയില് കുണ്ടിക്കുതിച്ച്, എന്നിട്ടും അവൾ എഴുന്നേറ്റിട്ടില്ല. ചെരിഞ്ഞും മറിഞ്ഞും അങ്ങനെ കിടക്കുകയവള്. എന്താ അമ്മേ? കുന്ത, നീ കിടന്നുറങ്ങിക്കോ, ഇവിടെ നടക്കുന്ന സംഭവമൊന്നും നീ അറിയണ്ട. എന്നാ അമ്മ പോടി, ഞാൻ ഉറങ്ങട്ടെ. എടി, അയ്യോ വലിക്കല്ലേ. ഇല്ല, വലിക്കില്ല, നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ.
എന്താ എന്താ അമ്മയുടെ പ്രശ്നം? നീ ഒന്ന് അവിടുന്ന് എഴുന്നേൽക്ക്, എന്നിട്ട് ഞാൻ പറയാം. ആ പറ, എന്താ പ്രശ്നം? നീ ഇവിടെ നടക്കുന്ന സംഭവം വല്ലതും അറിയുന്നുണ്ടാ? ഇവിടെ എന്ത് സംഭവം നടക്കാനാ അമ്മേ? എടി, നിന്റെ പപ്പയെ പോലും കൂട്ടാതെ നമ്മൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? അതെന്തിനാണെന്ന് അമ്മയ്ക്കറിയില്ലേ? പിന്നെ അത് വീണ്ടും വീണ്ടും ചോദിക്കണ? എനിക്കെന്തിനാണെന്നറിയാം, നിനക്കറിയാമോ? ആ, എനിക്കറിയാം. എന്നാ പറ, എന്തിനാണ്? കിഷോറിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ ആണല്ലോ. ആ അതെ, അതിനെന്താ ഇപ്പം പ്രശ്നം? ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ ആരുടെ പേരിലാ? ഇത് മുഴുവനും കിഷോറിന്റെ പേരിലായത് കൊണ്ടാണല്ലോ അമ്മ കിഷോറിനെ കൊണ്ട് എന്നെ കെട്ടിക്കാൻ നോക്കുന്നത്. എന്റെ മോക്കെല്ലാം അറിയാം, എന്നിട്ടൊന്നും അറിയാതെ ഭാവത്തിൽ ഇങ്ങനെ നടന്നോ? അല്ല അമ്മേ, അതിനെന്താണ് ഇപ്പോ സംഭവിച്ചത്? അമ്മ ഒന്ന് തെളിച്ചു പറ. എടി മോളെ, നീ എങ്ങനെയെങ്കിലും കിഷോറിനെ നിന്റെ വരയിലാക്കാൻ നോക്ക്. എന്നാലേ ഇക്കാണുന്ന സ്വത്തുക്കളൊക്കെ നിനക്ക് കിട്ടൂ. കുറച്ച് സ്വത്തൊന്നുമല്ല ഇവിടെയുള്ളത്. അതൊക്കെ എനിക്കറിയാം അമ്മേ. അതിനു വേണ്ടി ഞാൻ നല്ലോണം പരിശ്രമിക്കുന്നുമുണ്ട്. പക്ഷെ അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. പഠിച്ച പണി 18 ഞാൻ നോക്കി അവനെ ഒന്ന് വളച്ചെടുക്കാൻ. പക്ഷെ അവൻ ഒരു വഴിക്കും എന്റെ അടുത്ത് വളയുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ട് അവനെ നിന്റെ വഴിക്ക് തന്നെ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ കാണുന്ന കോടാനം കോടി സ്വത്തുക്കൾ നമുക്ക് നഷ്ടമായി പോകും. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഏട്ടത്തി ഇപ്പോഴും നിന്നെ അംഗീകരിച്ചിട്ടില്ല. നീ എങ്ങനെയെങ്കിലും ഏട്ടത്തിയുടെ സിമ്പതിയും കൂടി നീ വാങ്ങിപ്പറ്റണം. ഞാൻ ശ്രമിക്കാനിട്ടാണോ അമ്മേ? ഏട്ടത്തി അമ്മക്ക് എന്തോ ഒരു കരട് എന്നെ കൊണ്ടുണ്ട് മനസ്സിൽ. അതെല്ലാം ആ വേലക്കാരി പെണ്ണും അവളുടെ അമ്മയും പറഞ്ഞു കൊടുക്കുന്നതാ. ആര്? സ്നേഹയോ? അവളു തന്നെ. കുറച്ചു നേരത്തെ മുന്നേ ഞാൻ ചെല്ലുമ്പോൾ അവൾക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നത് കണ്ടു. എന്ത് അമ്മ എന്തായി പറയുന്നത്? ഞാൻ പറയുന്നത് പകൽ വെളിച്ചം പോലെ സത്യമാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ കോളേജിലാണ് ആ ദാരിദ്ര്യം പിടിച്ച പെണ്ണിന് സീറ്റും കിട്ടിയത്. അമ്മ പറയുന്നതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നമ്മൾ ഇവിടെ വന്നിങ്ങനെ മെനക്കേടുന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവണമെങ്കിൽ നീയും കിഷോറുമായുള്ള വിവാഹം നടക്കണം. അതിന് നീ കിഷോറിനെയും നിന്റെ ഏട്ടത്തി അമ്മയെയും നീ കയ്യിലെടുക്കണം. ഏട്ടത്തിക്ക് സ്നേഹയോട് എന്തോ ഒരു സിമ്പതിയുണ്ട്. അതാറ്റം വളർന്നു വന്നാൽ. ഇല്ല അമ്മേ, അതിന് ഞാൻ സമ്മതിക്കില്ല. അതിന് സമ്മതിക്കരുത്. അവളെ നീ കോളേജിലും ഉയരാൻ വിടരുത്. കോളേജ് സീറ്റ് കിട്ടിയ കാര്യത്തിനും ഏട്ടത്തി നിങ്ങളെ താത്തി. എന്താ പറഞ്ഞത്? നിങ്ങളൊക്കെ പണം കൊടുത്തിട്ടാണ് സീറ്റ് നേടിയതെന്ന്. അവൾ പഠിച്ചിട്ട് നേടിയ സീറ്റാണെന്നും. ഓളെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം. ഈ കാണുന്ന സ്വത്തുക്കളൊക്കെ എൻ്റെ കയ്യിൽ വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്ക്. കോളേജിൽ പോകാൻ സമയമായില്ലേ? നീ റെഡിയായിട്ട് കിഷോറിന്റെ അടുത്തൊന്ന് ചെല്ല്. ആ, ഞാൻ ചെല്ലാം. എന്നിട്ട് എങ്ങനെയെങ്കിലും നീ അവന്റെ കൂടെ വൈക്കുമ്മൽ കോളേജിലേക്ക് ചെല്ലാൻ നോക്ക്. ആ, അത് അമ്മ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. എന്നാൽ ഞാൻ പോന്നു. നീ പെട്ടെന്ന് റെഡിയായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലു കേട്ടോ. ശരി അമ്മേ. കിഷോർ, നീ എന്റേത് മാത്രമാണ്. ഈ കാണുന്ന സ്വത്തുക്കൾക്കൊക്കെ ഉടമസ്ഥ നിന്റെ ഭാര്യയായി വരുന്ന ഞാനായിരിക്കും. കിഷോർ, നീ എവിടെയാ? കിഷോർ. ആരാ? ഓ, നീയോ? എന്താ, നിനക്കെന്നെ പിടിച്ചില്ലേ? എന്താ? എന്ത് വേണം? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ എന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ ഞാൻ ഈ റൂമിലല്ലേ കിടക്കേണ്ടത്? അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാനല്ലല്ലോ തീരുമാനിച്ചത്, നമ്മുടെ വീട്ടുകാരല്ലേ. നീ പോയേ ഈ റൂമിന്ന്. കിഷോർ, നീ എന്തായി കാണിക്കുന്നത്? നിന്റോടാ പോകാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പോവാ, പക്ഷേ ഒരിക്കലും ഞാൻ ഇതിന് നിന്നോട് ഞാൻ പകരം വീട്ടു. ആ, അപ്പോൾ ഞാൻ സഹിച്ചോളാം. നീ പോ. മനുഷ്യന്റെ ദിവസം പോക്കാൻ വേണ്ടി നേരം വെളുക്കും തന്നെ ഓരോന്ന് കേറി വന്നോളൂ. ഇതെന്താ, നീ കഴിച്ചോ? ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റത്? ആ അമ്മേ, ഞാൻ കഴിച്ചു. നല്ല സ്വാദുണ്ടായിരുന്നു. അത് നീ ചുമ്മാ പറഞ്ഞതാ. എന്റെ അമ്മക്കുട്ടി, ഞാൻ ശരിക്കും കഴിച്ചു. മതി സോപ്പിംഗ് എല്ലാം. ആദ്യ ദിവസമല്ലേ കോളേജിൽ, പെട്ടെന്ന് പോവാൻ നോക്ക്. ആ, എന്നാ എന്റെ അമ്മക്കുട്ടി എന്നെ അനുഗ്രഹിച്ചോളൂ. ചെക്കൻ്റെ ഒരു കാര്യം. നന്നായി വാ. അമ്മയുടെ ഒരു ഫ്രണ്ടിന് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഫ്രണ്ടിനോ? അതാരാ? അത് നല്ലൊരു കുട്ടിയാ. അമ്മക്ക് കുട്ടി ഫ്രണ്ടോ? അതാരാ? അത് ഇവിടെ പണിക്ക് വരുന്ന ശോഭയുടെ മകളാ. ആഹാ, കൊള്ളാലോ. എന്നിട്ട് എവിടുത്തും അവൾ? അവളില്ല, അവള് പോയി. പോയോ? എന്നാ പിന്നെ കാണാം അല്ലേ?
അല്ല, നിങ്ങൾ ആരെ കാണുന്ന കിസ് പറയുന്നത്? അത് അമ്മയുടെ ഒരു കൂട്ടുകാരിയെ കാണുന്ന കാര്യം പറഞ്ഞത് അപ്പച്ചി. ആഹാ, കൂട്ടുകാരിയോ? ഏതാ കൂട്ടുകാരി? ഏയ്, ഞാൻ സ്നേഹയുടെ കാര്യം പറഞ്ഞത് അവനോട്. ഓ, ആ വേലക്കാരി പെണ്ണിന്റെ കിസ്സിയായിരുന്നോ? അതെന്താ അപ്പച്ചി, വേലക്കാരിയെ ഫ്രണ്ട്സ് ആക്കി കൂടാ? ഈ ഏട്ടത്തി അമ്മക്ക് വേറെ ആരെയും കിട്ടിയില്ലേ ഫ്രണ്ട്സ് ആക്കാൻ? അതെന്താ സ്നേഹക്കെന്താ കുഴപ്പം? അവക്ക് എന്താ ഉള്ളത്? അവൾ തൊടുന്നതെല്ലാം കുഴപ്പം തന്നെ. മതി മതി തർക്കിച്ചത്, ഞാൻ പോകുന്ന. അമ്മേ എന്നാ ശരി, ഞാൻ പോട്ടെ. ആദ്യ ദിവസമല്ലേ, നല്ലോണം മനസ്സിൽ പ്രാർത്ഥിച്ചിറങ്ങാൻ നോക്ക്. ശരി അമ്മേ. നീ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ അവന്റെ പുറം കോളേജിൽ പോവാൻ നോക്ക്. അതിന് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. മതി ഭക്ഷണമൊക്കെ കഴിച്ചത്. നീ അത് ചെല്ലാൻ നോക്ക്. ഈ അമ്മയുടെ ഒരു കാര്യം. എന്നാ ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. സൂക്ഷിച്ചു പോണേ മോനെ. ആ അമ്മേ. അയ്യോ കിഷോർ, ഞാനുമുണ്ട്. അയ്യോ, അവൻ പോയല്ലോ. അല്ല, നിന്റെ വണ്ടി ഇവിടെ? അല്ല, കിഷോർ എവിടെ? അവൻ പോയി. അപ്പൊ നീയോ? നീയല്ലേ പറഞ്ഞത് അവന്റെ കൂടെയാ പോകുന്നതെന്ന്? ഓ, നീ അവന്റെ കൂടെ പോവാൻ നിന്നതാണോ? ആ ഏട്ടത്തി, അവൾക്ക് അവന്റെ കൂടെ പോവാൻ ഒരു പൂതി. എന്നാൽ നീ നേരത്തെ പറയണ്ടായിരുന്നു അവന്റെ കൂടെയാ പോകുന്നതെന്ന്. അവൻ പോയില്ലേ? ശരിയാ, നീ എന്തേലും പറയാത്തത്? ഞാൻ വിചാരിച്ചു കിഷോർ എന്നെയും കുട്ടിയെ പോവുമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഒരു കോളേജിലേക്കല്ലേ, അതുകൊണ്ട് അവൻ എന്നെയും കാക്കുമെന്ന് വിചാരിച്ചു. എന്നാ നീ തനിയെ പോട്. എടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അവന്റെ കൂടെ എങ്ങനെയെങ്കിലും കാര്യപ്പറ്റാൻ? എന്ത് ചെയ്യാനാ അമ്മേ, അവൻ പെട്ടെന്ന് പോയി. അവളുടെ ഒരു അനങ്ങിക്കളി. നീ പെട്ടെന്ന് കോളേജിൽ ചെല്ലാൻ നോക്കനി. ആ ശരി. നിന്റെ മുറപ്പെണ്ണല്ലേ കിഷോർ അത്? ഏത് മായയോ? മുറപ്പെണ്ണൊക്കെ തന്നെയാണ്. പറഞ്ഞിട്ടെന്താ? അല്ല മായ, എന്തൊക്കെയുണ്ട് വിശേഷം? കിഷോർ, നീ എപ്പോഴാണ് നിന്റെ ഡാഡിയുടെ അടുത്ത് എത്തിയത്? ഞാൻ ഇന്നലെ രാത്രി എത്തി. അപ്പോ നിങ്ങൾ രണ്ടുപേരും ഒപ്പരമാണോ വന്നത്? അതെ, ഞാനും കിച്ചുവും ഒപ്പരമാ വന്നത്. എടാ കിഷോർ, നീ ഒന്ന് അപ്പുറം നോക്ക്. എന്താണ് അപ്പുറം? വാവ്, ഭൂമിയിൽ ഇറങ്ങി വന്ന ദേവത. ഓ, എനിക്ക് നിങ്ങളുടെ ഒരു ദേവതയെയും കാണണ്ട. എടാ കിച്ചു, നീ കണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് തീരാ നഷ്ടമാ. എടി മായ, അതേതാ പുതിയ റൂട്ടി? ഏത്, ഇവളോ? ആ, അവള് തന്നെ. നിനക്കറിയാമോ അവളെ? പിന്നെ ഇവളെ അറിയാതെയാ? ഇവളല്ലേ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്കാരി. നീ എന്താ പറഞ്ഞത്? ജോലിക്കരിയെന്നോ? ഇവളോ? എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? അത് വിശ്വസിക്കണമെങ്കിൽ കുറച്ച് പാടാണ്. അവളെ നോക്കറോ നിനക്ക്? എന്താ സൗന്ദര്യം! സൗന്ദര്യം പോലും. അവളിട്ട ഡ്രസ്സൊക്കെ ഏതാണെന്ന് നിനക്കറിയാമോ? നീ എന്താണ് മായ ഈ പറയുന്നത്? അവളെ കണ്ടാൽ അറിയില്ലേ അവളൊരു പണക്കാരി പെണ്ണാണെന്ന്? നിനക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ടില്ല എങ്ങനെ തോന്നുന്നത്? അത് എന്റെ വീട്ടിൽ നിന്നും ഏട്ടത്തിയമ്മ മേടിച്ചു കൊടുത്ത ഡ്രസ്സാണത്. വീടാന്തരം ജോലി ചെയ്താണ് അവൾ ജീവിക്കുന്നത്. പിന്നെയാ അവൾ പണക്കാരിയാവുന്നത്. നീ പറയുന്നതൊക്കെ കേട്ടിട്ട് എനിക്ക് അതിശയമാവുന്നു. എന്നാലും അവളെ കണ്ടാൽ ഒന്നും പറയില്ല. ഭയങ്കരം തന്നെ. അതാ ഞാൻ പറഞ്ഞത്, അവൾ വെറും ദാരിദ്ര്യം പിടിച്ചവളാണെന്ന്. ഹലോ, എക്സ്ക്യൂസ് മീ. എടാ കിച്ചു, അവളിതാ ഇങ്ങോട്ടേക്ക് വരുന്നു. എടാ കിച്ചു, അവളെന്തോ ചോദിക്കുന്ന. എന്താണ് അവൾ ചോദിക്കുന്നത്? നീ അവളോട് തന്നെ ചോദിച്ചു നോക്ക് എന്താ കാര്യമെന്ന്. അതെ, ഏത് ഭാഗത്താ ഈ ഓഫീസ് വരുന്നത്? ഹലോ, ഞാൻ നിങ്ങളോടാ ചോദിച്ചത്, ഏത് ഭാഗത്താ ഓഫീസ് വരുന്നത്? എന്താ നീ ചോദിച്ചത്? അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല? ഇല്ല, ഞാനൊന്നും കേട്ടില്ല. നീ എന്താ ചോദിച്ചത്? അതെ, ഞാൻ ചോദിച്ചത് ഈ ഓഫീസ് ഏത് ഭാഗത്താ വരുന്നതെന്ന്. അത് ആ ഭാഗത്ത്. അല്ല, ആ ഭാഗത്ത്. ശടാ, ഇതെന്താ ഇങ്ങനെ? നിനക്കും അറിയില്ലേ? അയ്യോ, ഞാൻ തന്നെ നോക്കിക്കോളാം കേട്ടോ. ഞാൻ വീണു മോനെ, വീണു. അത് തന്നെയല്ലേ ഞങ്ങളും ആദ്യം പറഞ്ഞത്. അയ്യോ പോയി. എടാ ആകാശ്, ശരിക്കും ആരാണത്? എടി മായ, നിന്റെ കിച്ചു അവളെ കണ്ടു മയങ്ങിയെന്നാ തോന്നുന്നത്. എടി, സത്യമാവുമോ? അതല്ലേ കിച്ചു നിന്നോട് ഞങ്ങൾ പറഞ്ഞത്, അതാരാ മാലാകിയോ എന്ന്. ആ, അതെന്തെങ്കിലും ആവട്ടെ, വാ നമുക്ക് പോകാം. എടാ കിച്ചു, നിന്റെ മായ കേൾക്കണ്ട. അവളെ ആരും മൈൻഡാക്കുന്നു. ശരിക്കും ഏതോ വലിയ വീട്ടിലെ പെണ്ണാണത്. എന്തായാലും നിന്റെ അത്ര ആസ്തി ഉണ്ടാവില്ല കിച്ചു. അവൾ ഈ കോളേജിൽ തന്നെ പഠിക്കുന്നതായിരിക്കും അല്ലേ? അതെന്തിനാ? ഏയ്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ആരായിരിക്കും ഞാൻ ആ കണ്ടവൾ? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മാലാകിയോ? ഫസ്റ്റ് ദിവസമായോണ്ടൊന്ന് ചോദിക്കാനും മിണ്ടാനും ഒന്നും പറ്റിയില്ല. എങ്ങനെയെങ്കിലും അവൾ ആരാണെന്ന് കണ്ടുപിടിക്കണം. എന്നാലും ആരായിരിക്കും അവൾ? ശടാ, മനസമാധാനം പോയല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും അവളെ? എന്താ കിച്ചു, എന്ത് പറ്റി? ഏയ്
ഒന്നുമില്ല അമ്മ. അല്ല, എന്തോ ഉണ്ട്. അമ്മയുടെ പൊന്നുമോൻ എന്തോ പറ്റി. അമ്മയോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, അവസരം വരുമ്പോൾ പറയാം. നീ എന്താ കിച്ചു ഇങ്ങനെ ആലോചിക്കുന്നത്? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. നീ എന്താണെങ്കിലും പറ. എന്താ, നിനക്ക് കോളേജിൽ വല്ല പ്രശ്നവുമുണ്ടോ? അല്ലെങ്കിൽ നീ പറയണ്ട, ഞാൻ മായയോട് ചോദിക്കാം. എൻ്റെ അമ്മക്കുട്ടി, എനിക്കൊരു പ്രശ്നവുമില്ല. കോളേജിലും പ്രശ്നമില്ല. അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. സത്യമാണല്ലോ. അതെ, അമ്മയാണ് സത്യം. എന്നാ ശരി. എന്താ അമ്മയും മകനും തമ്മിലൊരു കുശലം പറച്ചിൽ? ഏയ്, ഒന്നുമില്ല പ്രഭാപതി. മോളെ മായ, ഇന്ന് കോളേജിൽ എന്തൊക്കെയുണ്ടായിരുന്നു വിശേഷം? കോളേജിൽ കാര്യമായിട്ടൊന്നുമില്ല, നല്ല വിശേഷം തന്നെ. അതെന്താ, കിഷോർ വിശേഷമൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു, അമ്മുവിന്റെ വായിൽ പുതിയ വിശേഷം വല്ലതും ഉണ്ടോ എന്ന് നോക്കാനാ. എന്താ കിച്ചുവിന് എന്ത് പറ്റി? ഏയ്, ഒന്നുമില്ലല്ലോ. പിന്നെ പിന്നെ എന്താ അവൻ ദേഷ്യത്തിൽ പോയത്? പ്രഭാവതി, അതൊക്കെ നിനക്ക് തോന്നുന്നതാ, ഒന്നുമില്ല. എടി, അവരെന്തായിരിക്കും സംസാരിച്ചത്? ആ, എനിക്കെങ്ങനെ മനസ്സിലാവാനാ? എന്തോ കാര്യമായിട്ട് അവർ സംസാരിച്ചിന്. അതെന്താ അമ്മയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? നീ ആ കിഷോറിനെ ശ്രദ്ധിച്ചില്ലേ? ഇല്ല, എന്തു പറ്റി? അവൻ നമ്മൾ വന്നത് ദേഷ്യം പിടിച്ചൊറ്റ പോക്ക. ഓ, അതവൻ വെറുതെ പോയതായിരിക്കും. അല്ല, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്. പിന്നെ പിന്നെ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? എടി, സത്യം പറ, ഇന്ന് കോളേജിൽ എന്താ സംഭവിച്ചത്? കോളേജിലോ? കോളേജിലൊന്നും സംഭവിച്ചില്ല. പിന്നെ അവനിക്ക് എന്തായിരിക്കും പറ്റിയത്? അമ്മേ, വെറുതെ അതും ഇതും പറയരുതേ. ഞാൻ എന്ത് പറഞ്ഞെന്ന് നീ പറയുന്നത്? പിന്നെ അമ്മ പറയാതെയാ? അമ്മയോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. എന്താ നീ പറഞ്ഞത്? വേണ്ടാത്ത കാര്യം. ഒന്ന് പേര് പറ, ആരാ നീ? ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഇവൻ എഴുന്നേറ്റില്ലേ? ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ ആഹാ, നല്ല പാട്ടാണല്ലോ. അരികിൽ വന്നു ചേരുവാൻ എൻ ജീവനിൽ. എടാ കിച്ചു, കിച്ചു, എഴുന്നേൽക്ക്. എന്റെ അമ്മയെ നശിപ്പിച്ചു. എന്തു നശിപ്പിച്ചെന്നേ? എന്താ നശിപ്പിച്ചത്? എന്തു നല്ല സ്വപ്നമായിരുന്നു അമ്മ നശിപ്പിച്ചത്. അല്ല, നീ സ്വപ്നവും കണ്ടു കുത്തിരിക്കുന്ന? നിനക്ക് കോളേജ് ഒന്നുമില്ലേ? എന്നാലും എന്തു നല്ല സ്വപ്നമായിരുന്നു അമ്മേ. മതി മതി സ്വപ്നം കണ്ടത്. നീ കോഫി കുടിച്ച് എഴുന്നേറ്റ് കുളിക്കാൻ നോക്ക്. കോളേജിൽ പോകാനുള്ളതല്ലേ. നീ എന്താ അത് അവിടെ വെച്ചത്? ബെഡിലൊക്കെ മറിയും. ഇല്ല അമ്മേ, ഞാനിത് കുടിച്ചോടാം. അല്ല, എന്റെ മോൻ എന്തായിരുന്നു സ്വപ്നം കണ്ടത്? അത് പിന്നെ ഒന്നുമില്ല അമ്മേ. നീ ഏത് ജന്മത്തിൽ സ്വപ്നം കാണുന്ന പാട്ടാ പാടിയത്? അമ്മ എന്തായി പറയുന്നത്? ഞാൻ പാട്ട് പാടിയെന്നോ? ഞാൻ പാട്ടൊന്നും പാടിയില്ല. മതി മതി, ഞാൻ എല്ലാം കണ്ടു. അയ്യോ, പെട്ടു എന്നാ തോന്നുന്നത്. കിച്ചു, ഇനിയിപ്പോ എന്താ ചെയ്യ? കിച്ചു, എന്താ അമ്മേ? നീ ഏത് ലോകത്താ ഉള്ളത്? എന്താ നിനക്ക് പറ്റിയത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ അമ്മക്കുട്ടി, എനിക്കൊന്നും പറ്റിയില്ല. ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചതാ. മതി മതി, നീ ആലോചിച്ചതൊക്കെ. നീ പെട്ടെന്ന് കോഫി കുടിച്ച് കുളിക്കാൻ നോക്ക്. ശരി എന്റെ അമ്മക്കുട്ടി. അയ്യോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. എന്താ? എന്തു പറ്റി? അമ്മൂമ്മ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാ കേട്ടോ. എന്നാ ഞാനും വരാം. അപ്പൊ നിനക്ക് കോളേജില്ലേ? കോളേജ് ഇന്നൊരു ദിവസം ലീവായാലെന്താ? നാളെയും പോവാലോ. അയ്യടാ, എന്റെ മോന്റെ ഒരു പൂതി. നീ വരണ്ട, നല്ല മോനായിട്ട് മോൻ കോളേജിൽ പോവാൻ നോക്ക് കേട്ടോ. എന്നാ പിന്നെ ഞാൻ കോളേജിൽ വിട്ടുവന്ന് വൈകുന്നേരം പോകാം. വേണ്ട വേണ്ട, നീ കോളേജിൽ വിട്ടു വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങെത്തും. അത് വേണ്ടമ്മേ, അമ്മയെ ഞാൻ ബൈക്കിൽ ഇറക്കി തരാം. വേണ്ട വേണ്ട, നീ ഇറക്കണ്ട. മുറ്റത്ത് 3-4 കാറ് കിടക്കുമ്പോൾ നീ എന്തിനാ ഇറക്കി തരുന്നത്? ഞാൻ ഏതെങ്കിലും ഡ്രൈവറെയും കൂട്ടി പോയിക്കോളാം. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. അമ്മൂമ്മയോട് ഞാൻ ചോദിച്ചെന്ന് പറയണേ. പറയാം. അമ്മൂമ്മയ്ക്ക് നിന്നെയും കാണണമെന്ന് പറഞ്ഞിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത് ഞാനും വരാമെന്ന്. വേണ്ട, അമ്മൂമ്മയോട് ഞാൻ പറഞ്ഞിന് നിനക്ക് കോളേജ് ഉണ്ട്, അവൻ പിന്നെ വരുമെന്ന്. എന്നാ ആയിക്കോട്ടെ, ഞാൻ പിന്നെ പോയിക്കോളാം. ആ, നിന്റെ ഫുഡ് ഞാൻ ടേബിൾ മേൽ എടുത്തു വെക്കാം. നീ ഭക്ഷണവും കഴിച്ച് കോളേജിലേക്ക് പോടി കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ അപ്പച്ചിയോട് ചോദിച്ചാൽ മതി കേട്ടോ. ആ ശരി. എന്താ നിനക്കൊരു ശരിക്കൊരു വല്ലായ്മ? ഏയ് അതൊന്നുമില്ലമ്മേ, അപ്പച്ചിയോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞത് കൊണ്ടാ. അങ്ങനെയൊന്നും പറയരുത്, അത് നിന്റെ അച്ഛന്റെ പെങ്ങളാണ്. അല്ലമ്മേ, ഈ അച്ഛൻ എവിടുന്ന് ഇങ്ങനത്തെ ഒരു പെങ്ങളെ കിട്ടിയത്? കിച്ചു, വേണ്ട. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല.
മോനെ കിച്ചു, ദൈവം പലർക്കും പല സ്വഭാവമാണ് കൊടുക്കുക. അത് നീ കാര്യമാക്കേണ്ട. അവരവരുടെ രീതിയിൽ നീങ്ങുന്നു, നീ നിന്റെ രീതിയിൽ നീക്കും. എന്റെ അമ്മക്കുട്ടി ഇങ്ങനെ ഒരു പാവമായി പോയല്ലോ. ആ മതി മതി, നീ പെട്ടെന്ന് കുളിക്കാൻ നോക്ക്. ദൈവമേ, സ്വപ്നത്തിലും നടത്തത്തിലും ഇരുത്തത്തിലുമൊക്കെ അവളുടെ മുഖം മാത്രമാണല്ലുള്ളൂ. ആരാണ് അവൾ? എന്റെ ചിന്ത മാറ്റാൻ മാത്രം എന്റെ ആരാണവൾ? എങ്ങനെ കണ്ടുപിടിക്കും അവളെ? അവൾ എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടി തന്നെയാണോ, അതോ വേറെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണോ? 100 കൂട്ടം ചോദ്യം കിടക്കുകയാണല്ലോ മനസ്സിൽ. ഇതിനൊക്കെ എപ്പോഴാണ് പരിഹാരം കാണുക? ഞാൻ കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും. അല്ല, നീ എന്താ കോളേജിൽ പോകാൻ റെഡിയാവാത്തത്? ആ അമ്മേ, ഞാൻ റെഡി ആയിക്കോളാം. മേഡം, നീയോ? എന്താ, എന്ത് വേണം? അവൾ എന്തെങ്കിലും കുരുട്ടും കൊണ്ട് വന്നതായിരിക്കും അമ്മേ. അയ്യോ അല്ല മേഡം. പിന്നെ എന്തിനാ നീ വന്നത്? അയ്യോ, ഞാൻ എന്നാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. എനിക്ക് ഇഡ്ഡലി മതി. അമ്മേ, അമ്മയ്ക്ക് എന്താ വേണ്ടത്? എനിക്ക് ദോശയും ചട്ടിനിയും മതി. എന്താ, എന്ത് പറ്റി എല്ലാവർക്കും? അയ്യോ, ഞാൻ മേഡത്തിന് എന്നാ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടതെന്ന് ചോദിക്കാൻ വന്നതാ. എന്തായാലും പ്രശ്നമില്ല. എന്താ ഉണ്ടാക്കിയത് അത് മതി. അല്ല, നിന്റെ അമ്മയുടെ അസുഖം മാറിയില്ലേ? ഇല്ല മേഡം. നീ എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിൾ മേലേക്ക് വെക്കൂ. പ്രഭേ, ഞാനൊന്ന് വീട്ടിൽ വരെ പോവുകയാണ് കേട്ടോ. വീട്ടിൽ പോവുകയാണെന്നോ? എന്തു പറ്റി? ഏയ്, വിശേഷിച്ചൊന്നുമില്ല. അമ്മ വിളിച്ചിരുന്നു, അതുകൊണ്ട് പോകുന്നതാ. നീ കിച്ചുവിന്റെ കൂടെയാണോ പോകുന്നത്? അല്ല, അവൻ വരുന്നില്ല. നീ എന്താ ഇവിടുന്ന് നോക്കി നിൽക്കുന്നത്? നിനക്ക് അടുക്കളയിലേക്ക് പോറോ? അതെങ്ങനെയാ പോവാ? ഇവിടെ നടക്കുന്ന വിശേഷമൊക്കെ അറിയണ്ടേ അവൾക്ക്? അവളുടെ വിചാരം ഈ വീട്ടിൽ അംഗമാണെന്നാ. ഞാൻ അത് പിന്നെ എന്നെ കുറച്ച് നേരത്തെ വിടുമോ എന്ന് ചോദിക്കാൻ നിന്നതാ. ആദ്യം ഇപ്പോഴത്തെ കാര്യം നടക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിന്നെ വിടണോ വിടണ്ടയോ എന്ന്. അത് തന്നെ. നീ ഇപ്പോൾ അടുക്കളയിലേക്ക് ചെല്ല്. പ്രഭേ, അവൾ എന്താ ചെയ്തത്? നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം? ഏട്ടത്തിയാണ് അവളെയൊക്കെ ഇങ്ങനെ വഷളാക്കുന്നത്. താൻ ഇരിക്കേണ്ടത് താൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പലരും കയറിയിരിക്കും. അതാണ് ഇവിടുത്തെ സ്ഥിതി. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവൾക്ക് കോളേജിൽ പോയി വിലസാനാ കുറച്ച് നേരത്തെ വിടാൻ പറഞ്ഞത്. വിടരുത് അവളെ. ഏട്ടത്തി തറവാട്ടിൽ പോട്ടെ, എന്നിട്ട് കാണിച്ചു കൊടുക്കാം അവൾക്ക്. ശരിയാ അമ്മേ, അവളെ ഇന്ന് കോളേജിലേക്ക് വിടരുത്. നീ പെട്ടെന്ന് കിഷോറിന്റെ കൂടെ പോവാൻ നോക്ക്. ആ ശരി അമ്മേ, അവളെ ഇന്നൊരു കാരണവശാലും കോളേജിലേക്ക് വിടരുതേ. ഇല്ല, അവൾ ഇന്ന് കോളേജിന്റെ പടി പോലും കാണില്ല. അവളെ ഇന്ന് കോളേജിൽ പറഞ്ഞേക്കാതിരിക്കാൻ എന്താണ് ഒരു പൊമ്പൈ? ഒന്നും അങ്ങ് തലയിൽ കേറുന്നില്ലല്ലോ. എന്തായാലും ഏട്ടത്തി അങ്ങ് പോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അമ്മേ, അമ്മേ, ഇതെന്താ ആരെയും കാണുന്നില്ലല്ലോ? ഓ, എന്റെ മോക്ക് വരാൻ സമയമായോ? നിന്നെ ഒന്ന് കാണാൻ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കണമല്ലേ? അതൊന്നുമല്ല അമ്മേ, അവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് വേണ്ടേ വരാൻ? വലിയൊരു വീട്ടിൽ നിറച്ചും ജോലിക്കാർ, എന്നിട്ടും നിനക്ക് ജോലി തന്നെ അല്ലേ? എന്ത് ചെയ്യാനാ അമ്മേ, കിഷോറിന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കണ്ടേ? അല്ല, നിന്റെ കെട്ടിയവൻ വരുന്നില്ലേ? പ്രബേട്ടൻ വരുന്നെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്താ കുറച്ച് ദിവസം അവിടെ വന്നു നിന്നാൽ? അവിടെ വന്നു നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലാനിട്ടാണോ? പിന്നെന്താ അമ്മക്ക് അവിടെ വന്നു നിന്നാൽ? നിനക്കറിയില്ലേ ഈ വീടിന്റെ സ്ഥിതി? പിന്നെ എന്താ നീ ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, എന്റെ കൊച്ചുമോൻ എവിടെ? ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, അവനിക്ക് കോളേജ് ഉണ്ടെന്ന്. അവനിക്കെന്താ എപ്പോഴെങ്കിലും വന്നൊന്ന് കാണുന്നതിനെന്നെ? അമ്മേ, അവനിങ്ങ് വരും അമ്മേ. പ്രഭാവതിയും മകളും അവിടെ തന്നെയുണ്ടോ? ഉണ്ട്, അവരവിടെ തന്നെയുണ്ട്. അവരുടെ സ്വഭാവത്തിന് വല്ല മാറ്റവും ഉണ്ടോ? എന്ത് മാറ്റം ഉണ്ടാവാൻ അമ്മേ, പ്രഭാവതി അങ്ങനെ തന്നെ. പ്രഭയുടെ തീരുമാനത്തിൽ നിന്നും മാറ്റം വന്നിട്ടില്ലേ? ഇല്ല, അതാണ് എന്റെ സങ്കടം മുഴുവനും. കിച്ചുവിന് അവളെ കാണുന്നത് പോലും ദേഷ്യമാ. എന്താ ആവുക എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. പിന്നെ അവളവന്റെ മുറപ്പെണ്ണുമല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും മാറി നോക്കാറില്ല. മുറപ്പെണ്ണ് മുറച്ചക്കൻ എന്നല്ല പറയുന്നത് പണ്ടുകാലമാ. ഇപ്പൊ അവരവരുടെ ഇഷ്ടം പോലെയാ. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. പ്രബേട്ടൻ പറയണ്ടേ? പ്രഭാവതിയും മകളും കൂടി പ്രബേട്ടനെ കയ്യിലെടുത്തിട്ടാണുള്ളത്. അവർക്ക് കിഷോറിന് ഇഷ്ടമായത് കൊണ്ടൊന്നുമല്ല, അവന്റെ പേരിലുള്ള സ്വത്തിലാണ് അവരുടെ കണ്ണ്. നീ ഇരിക്ക്, നിനക്ക് ഞാൻ ചായ എടുക്കാം. വേണ്ട അമ്മേ, ഞാൻ ചായയൊക്കെ കുടിച്ചാ വരുന്നത്. ചായ കുടിച്ചെന്നോ? ആ അമ്മേ, ഞാൻ കുടിച്ചു. ശോഭ ലീവായതുകൊണ്ട് അവളുടെ മകളായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അവളുടെ ഭക്ഷണം ഒന്ന് വേറെ തന്നെയാ അമ്മേ. ആണോ? അവളുടെ മകൾ ഇപ്പോൾ വലുതായി കാണും അല്ലേ? നിങ്ങളങ്ങ് വിദേശത്ത് പോയാലും അവളും അവളുടെ മകളും ഒറ്റക്കായതല്ലേ? ശരിയാ, പ്രബേട്ടൻ കൊടുത്ത 5 സെന്റ് സ്ഥലവും പുരയിടവും മാത്രമേ ഇപ്പൊ അവർക്കുള്ളൂ. ശോഭയുടെ മകള് നിന്റെ കിച്ചുവിന്റെ കൂടെയുള്ളതല്ലേ? ആ, കിച്ചുവിന്റെ കൂടെയുള്ളതാ. ആ 5 സെന്റ് സ്ഥലവും പുരയിടം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ. പ്രഭാവതിക്കും മകൾക്കും അവളെ കണ്ണിന് കണ്ടുകൂടാ. എന്തൊരു കഷ്ടപ്പെടുത്തല ആ പാവത്തിനെ അവർ അവിടുന്ന് കഷ്ടപ്പെടുത്തുന്നതെന്നോ. അതുകൊണ്ട് തന്നെയായിരിക്കും സ്വത്തും പണവും കണ്ടാൽ അവർക്കൊന്നും തിരിയില്ലല്ലോ. അമ്മ പറഞ്ഞ ശരി തന്നെ. ശോഭയുടെ മകൾ മിടുക്കി കുട്ടിയാ. അവളുടെ പേര് സ്നേഹ എന്നാ മറ്റമല്ലായിരുന്നോ? ആ അതെ.
അതെ സ്നേഹ. അല്ല, അച്ഛൻ എവിടെ? അച്ഛനുണ്ടപ്പുറം, നീ വാ.